കേറിയപ്പോ ഞാൻ കേക്കൊക്കെ നോക്കിയതല്ലേ, ഞാൻ നോക്കിയത് നല്ല നല്ല ക്രീം കേക്കൊക്കെ. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഡാന. വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പം ഇത് നമ്മുടെ ആനിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഞങ്ങൾ കുറേ എഫേർട്ടൊക്കെ എടുത്ത് നല്ല ആടപടലം ഫ്ലോപ്പായി പോയൊരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആട്ടോ ഇത് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ചേറെ സമയമായി. അപ്പം പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, കാരണം അതൊരു ഫ്ലോപ്പായൊരു വീഡിയോ ആണല്ലോ. പക്ഷേ ഇന്ന് ഞാൻ ആ വീഡിയോസൊക്കെ എടുത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചു, ഗോഡ്, ദിസ് ഇസ് ലൈക്ക് ഭയങ്കര റോ ആയിട്ടുള്ള, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, ഞങ്ങൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഹിയർ ഈസ് ദാറ്റ് വീഡിയോ ഫോർ യു ഗൈസ്. എൻജോയ്. ഈ വർഷത്തെ ബർത്ത്ഡേക്ക് നമ്മുടെ അളിയൻ അബ്രോഡ് വർക്കിംഗ് ആണ്. അപ്പം പുള്ളിക്കാരനില്ലാത്തതുകൊണ്ട് ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതേ ഇല്ല എന്നൊരു സീനിലിരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ കുത്തിപ്പൊക്കിയത് ഒരു ഡ്രസ്സ് എടുക്കാൻ മാക്സിലോട്ട് കൊണ്ടുപോവാണ്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ലിയോൺ അവൻ കൂട്ടിയ പൈസയൊക്കെ വെച്ചിട്ട് ആനിക്കൊരു ടീഷർട്ട് മേടിച്ച് അവിടെ വെച്ച് തന്നെ സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് സോ നൈസ്. ഇയാളെന്തോ ആനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്? എന്തോ എൻ്റെ അടുത്ത് പറ. കഴിഞ്ഞോ? ഇവിടെയാണോ വണ്ടി? ആ, ഓക്കെ. ലെറ്റ്സ് ഗോ ഗൈസ്, വി ഫിനിഷ്ഡ് our shopping. ആ, കേറി പെട്ടെന്ന് കേറി. ഗൈസ്, ഇവിടെ മുതലാണ് നമ്മുടെ എല്ലാ സർപ്രൈസ് പരിപാടികളും കോളമാവാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടർ ഇൻ ദി സർപ്രൈസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സർപ്രൈസ് കേക്ക് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ടാസ്ക് ഞാൻ കൊടുത്തത് അജാച്ചനാണ്. അപ്പം അജാച്ചൻ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ വർക്ക് കഴിഞ്ഞിട്ട് കൊല്ലം വരാനുള്ള പ്ലാനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നേരെ എൻ്റെ വീട്ടിലോട്ട് വരണ്ട, നേരെ അച്ഛൻ്റെ വീട്ടിലോട്ട് വിട്ടോ. പോകുന്ന വഴിക്ക് അവിടെ ക്രൗൺ ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബേക്കറിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ക്രീം കേക്ക് ഒന്നും ഇഷ്ടമല്ല, ഷീസ് ഓൺ ഡയറ്റ്. അപ്പം നമ്മൾ വാൾനട്ട് ബനാന കേക്ക് പ്രത്യേകം ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അത് പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് 12 മണിയാകുമ്പോൾ അച്ഛൻ കൊല്ലത്തോട്ട്, അതായത് എൻ്റെ വീട്ടിലോട്ട് കേക്ക് മുറിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് വന്നാൽ മതി എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി ഡ്രസ്സ് എടുക്കാൻ പുറത്തായതുകൊണ്ട് നമ്മൾ നേരെ സ്നാക്ക് മേടിക്കാൻ നമ്മൾ ഈ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബേക്കറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് 8ൻ്റെ പണി കിട്ടിയത് ഗൈസ്. ആസ് യു ക്യാൻ സീ, ഇതാണ് സംഭവിച്ചത്. ആ കടയുടെ ചില്ലറിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആനിയുടെ കേക്ക് ഇരിക്കുന്നു ഗൈസ്. എല്ലാം പൊളിഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ സർപ്രൈസ്. ഗൈസ് സർപ്രൈസ് പൊളിഞ്ഞു ഗൈസ്. അപ്പോൾ അവള് ഞങ്ങൾ ഈ ഷോപ്പിലാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾ സ്നാക്സ് മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പം ആൻഡ് ഇത് ഈ കേക്ക്, അവളുടെ ബനാന കേക്കിൽ ക്രീം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ട്. അങ്ങനെ കേക്കിൻ്റെ സർപ്രൈസ് നല്ല അടപടലം പൊളിഞ്ഞതുകൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെ കേക്ക് അപ്പം തന്നെ എടുത്തിട്ട് പോയി. ഇനി 12 മണി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേക്ക് എടുത്തിട്ട് പോയി. സത്യത്തിൽ ആക്ച്വലി ആ സർപ്രൈസ് ഒരു പൊളിഞ്ഞ സർപ്രൈസ് ആണെങ്കിലും ആനിക്കത് ഭയങ്കര വലിയ സർപ്രൈസാണ്. നമുക്കായിരുന്നു അത് പൊളിഞ്ഞ സർപ്രൈസ്. കാരണം അവൾ ചിന്തിച്ചത് പോലും ഇല്ലാതെ ആനിയുടെ കേക്കാണെന്നുള്ളത്. അതായത് ബനാന കേക്കിൽ ക്രീം ചെയ്ത് എഴുതി വെച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിപ്പോയി, ഇത് ആരാണ് എൻ്റെ പേരിലുള്ള ഒരാൾ ബനാന കേക്കിൽ പേര് എഴുതിയേക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ for her it was a big chatka surprise. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ലിയോൺ കാനിയുടെ കേക്ക് അവിടെ ഇരിക്കുന്നു. എന്റെ ബർത്ത്ഡേ, എന്റെ സ്വന്തം പേരുള്ള ആരായിരിക്കും എന്റെ ബർത്ത് ഡേറ്റിൽ തന്നെ ജനിച്ചെന്ന് ഞാൻ ആലോചിക്കാം. ആരായിരിക്കും എന്നാ ഹാപ്പി ബർത്ത്ഡേ ആനി എഴുതിയിരിക്കുന്നു കേക്കില്. ഈ കേക്ക് കടയുടെ ഡിസ്പ്ലേയില് ഹാപ്പി ബർത്ത്ഡേ ആനി എന്ന് പറഞ്ഞിരിക്കുന്നു. അയ്യോ ആരാ? അപ്പൊ ഓർഡർ അങ്ങനെ അയാള് പറഞ്ഞു, ഞാൻ ആരായിരിക്കും എന്റെ ബർത്ത് ഡേറ്റ് സ്വന്തം. അപ്പം ഹണി കേക്കാ, ബനാന കേക്കിന്റെ മേളിൽ ക്രീം എഴുതിയിരിക്കുന്നു. അത് നമ്മളായിരിക്കണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര കോഇൻസിഡൻസ് ആയല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു വെറുതെ. പക്ഷേ എത്ര കോഇൻസിഡൻസ് ആണ് ബനാന കേക്കിന്റെ മേളിൽ. ഞാൻ അച്ഛനടുത്ത് വിളിച്ചു പറഞ്ഞപ്പോ അയ്യോ ആണാടേ പൊളിഞ്ഞ. പക്ഷെ ഇല്ല അച്ഛൻ രാത്രിയിൽ അവിടുന്ന് പിക്ക് ചെയ്ത് എടുത്തിട്ട് അവിടുന്ന് ചെയ്ത് വെച്ചില്ലായിരുന്നു ബനാന കേക്ക്. എന്തായാലും നമ്മള് രാത്രി അതെല്ലാം ഷൂട്ട് ചെയ്ത്
ഇതായിരുന്നു യഥാർത്ഥത്തിൽ സർപ്രൈസ്. എന്നാലും ആരായിരിക്കും എന്റെ ഡേറ്റിൽ തന്നെ എന്റെ സ്വന്തം പേര് ജനിച്ചതാണ്. നമ്മള് കേറിയപ്പോ ഇല്ല, അവര് അപ്പഴും കണ്ടു കൊണ്ട് വെച്ചതാ. കേറിയപ്പോ ഞാൻ കേക്കൊക്കെ നോക്കിയതല്ലേ, ഞാൻ നോക്കിയത് നല്ല നല്ല ക്രീം കേക്കൊക്കെ. കേക്കിൻ്റെ സർപ്രൈസ് പൊളിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വിചാരിച്ചു ഇനി രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന്. പക്ഷേ നാത്തൂൻ അങ്ങനെ വിട്ടു കൊടുക്കുന്ന സീനല്ല ഗൈസ്. സർപ്രൈസ് 12 മണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും എന്നുള്ളൊരു സീനാണ് പുള്ളിക്കാരി. അപ്പം ഞങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ പുള്ളിക്കാർ തന്നെ നമ്മുടെ ലിവിങ് റൂമിലും അല്ല, റൂമിനകത്തുമല്ല, നമ്മുടെ പുറത്ത് ബൈക്കൊക്കെ ഇരിക്കുന്ന സിറ്റ് ഔട്ടിൽ ഒരു ടേബിളൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കത്തിച്ച് തിരിയൊക്കെ വെച്ച് ഫുൾ പരിപാടിയായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. കട്ടെ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഉറങ്ങി, അവര് കിടക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇയാളെല്ലാം കഴിച്ചോ? ഇത് ചാച്ചന്റെ വക സർപ്രൈസ്. എന്നെ ഏൽപ്പിച്ചിട്ട് 2 പോയി കിടന്ന് ഉറങ്ങി കളഞ്ഞു. ഇനി അതും കൂടെ നോക്കിക്കോ. ചാച്ചന്റെ വക. Guys, the brother and the surprise. എന്തുവാടാ ഇത്? ഓ അടിപൊളി. സെറ്റടേ. ഓ നല്ല രസമുണ്ട്. എവിടെ വിനു? എവിടെ വിനുതാ ഇരിക്കുന്നു? ഇതാ ഇരിക്കുന്നു ഇരുട്ടത്ത്. അടിപൊളിയടേ. അജയളിയും പ്രാർത്ഥിക്കുന്നു, കാലി കയറല്ലേ കാലി കയറല്ലേ. സെറ്റ്. ഞാൻ വീട്ടിൽ പോയത് എവിടെയാ? അവിടെ സംസാരിച്ചില്ലേ? വിളിച്ചു? ഇല്ല ഇല്ല, ഇതൊന്നും അറിയത്തില്ല. ആനി കുഞ്ഞാനെ ഞെട്ടിക്കണമെന്നും പറഞ്ഞ് രാവിലെ മുതൽ കെസിയും ലിയോണും കതവ് അടച്ചിട്ട് വരച്ച പടങ്ങളാണ് കേട്ടോ അത് ഇവിടെ എല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് റിയലി എ സർപ്രൈസ് ഫോർ ഹർ. ഇത്രയും നാളും സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേയിലും ഈ ബർത്ത്ഡേ എന്നും പുള്ളിക്കാരി ഓർത്തിരിക്കുമെന്ന് 100% ഉറപ്പാണ്. ബിക്കോസ് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ഞാൻ വിചാരിച്ചു ഇത് ചീറ്റിപ്പോയെന്ന്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഗൈസ്. ഇറ്റ് വാസ് സോ 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 ഗുഡ്. ഭയങ്കര ഫണ്ണായിരുന്നു. അതുകൊണ്ടാണ് ഇത് കുറച്ച് ലേറ്റ് ആയാലും നിങ്ങളെ ഞാനിത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു ആനി. ഇയാളെ ക്രോക്സിന്റെ അളവ് നമ്മൾ പറയാൻ പറ്റില്ലല്ലേ. കൂടി ബനാന കേക്കിന്റെ കൊതി അവസാനിച്ചിരിക്കുന്നു. 2 കിലോ ബനാന കേക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. അപ്പം ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ ഓവർ. അടിപൊളിയായിരുന്നു. ഇനി രാവിലെ കുറച്ചും കൂടെ കഴിക്കണം. അപ്പം